എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആ വ്യക്തിക്ക് നിങ്ങളോട് അഗാധമായ ഒരു പ്രണയമുണ്ട്. അതുപോലെ നിങ്ങൾക്കിപ്പോഴും ആ ഒരു വ്യക്തിയെ സംശയമുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു സ്നേഹമായിരിക്കുമോ. കാരണം ലൈഫിൽ ഓൾറെഡി നിങ്ങൾക്ക് ഒരുപാട് ഏറ്റക്കുറച്ചിലുകളുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സ് റെഡിയല്ല. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഹൃദയം ഞാനിപ്പോൾ തുറന്ന് കാണിച്ചാലും ചെമ്പരത്തിപ്പൂ എന്നേ പറയുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ സാമീപ്യം വേണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ മെസ്സേജ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ മെസ്സേജ്, നിങ്ങളിൽ എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജാണ് ഫസ്റ്റത്തെ മെസ്സേജ്. നിങ്ങളുടെ വ്യക്തിയുടെ പ്രണയം സത്യസന്ധമാണ്. നിങ്ങളെക്കുറിച്ച് വളരെയധികം പ്രതീക്ഷകളും സ്നേഹവും ഒക്കെ അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അതൊരു പക്ഷേ സ്ത്രീയാവാം, പുരുഷനാവാം. അപ്പോൾ അവരുടെ ആ സ്നേഹം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം സ്നേഹമുണ്ട്. സെക്കൻഡ് മെസ്സേജ് യൂണിവേഴ്സ് പറയുന്നത്, ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ എല്ലാ കുറവുകളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ആ വ്യക്തി സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രണയം നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ് സെക്കൻഡ് മെസ്സേജ്. തേർഡ് മെസ്സേജ് യൂണിവേഴ്സ് പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവികമായിട്ടുള്ള ഒരു യൂണിയനാണ് നിങ്ങളുടേത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറ്റി നിങ്ങളുടെ ആ ഒരു പഴയ നിങ്ങൾ ആഗ്രഹിച്ച ആ സ്വർഗീയമായിട്ടുള്ള ആ ഒരു അനുഭൂതിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ട് നിങ്ങളുടെ ഈ വ്യക്തിക്ക് സാധിക്കും. സ്നേഹത്തിൻ്റെ മുന്നിൽ, ആ ഒരു വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്കെല്ലാം അങ്ങോട്ട് സമർപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിലും കുറേ നന്മകളൊക്കെ വരും. കാരണം ആ ഒരു വൈബ്രേഷനും ഫ്രീക്വൻസിയും മാച്ചായി ശരിയായ ലൈഫിൽ ബാക്കി എല്ലാ പ്രോബ്ലംസും മാറുന്നതാണ്. അപ്പം ഇതായിരുന്നു നിങ്ങളുടെ ആ ഒരു കർമ്മഫലം, അല്ലെങ്കിൽ നിങ്ങൾ എത്തേണ്ടിയിരുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ലാസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ മാറി ഇപ്പോൾ പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഴയ ഒരു പാസ്റ്റിൽ തന്നെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങളും നിങ്ങൾ തന്നെ റെസിസ്റ്റ് ചെയ്തല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലേക്ക് അത് മാറുള്ളൂ. ലൈഫ് എന്ന് പറയുന്ന ഒരു സൈക്കിളാണ്, നല്ലതും മോശമൊക്കെ ആയിട്ട്. മോശപ്പെട്ടൊരു വ്യക്തി ലൈഫിലേക്ക് വരുമ്പോൾ നമ്മളൊന്നും പഠിക്കും, അതായത് എങ്ങനെ ഒരു വ്യക്തി ആവാൻ പാടില്ല എന്ന്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് ആ ഒരു ഫ്ലോയിൽ പോകണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങൾക്കായി ജനിച്ചൊരു വ്യക്തിയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മെസ്സേജ് ആർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ ഒരു